ഉള്ളിൽ പിറക്കുവാൻ ഉണ്ണി നീ വായു. ബേഥലേം മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സങ്കീർത്തനം 149:6. അവരുടെ കണ്ഠങ്ങളിൽ നിന്നും അവരുടെ തൊണ്ടയിൽ നിന്നും ദൈവസ്തുതികൾ ഉയരട്ടെ, അവരുടെ കയ്യിൽ ഇരുതല വാൾ പിടിച്ചിരിക്കട്ടെ. എന്താ ഒരു ബന്ധവുമില്ലാത്ത രണ്ട് വാക്ക് പോലെ നമുക്ക് തോന്നാം. പക്ഷെ ബൈബിളിലെ എഴുത്തിന്റെ പ്രത്യേകത ഒരു വാക്യത്തിൽ ഏതാണ്ട് ഒരേ ആശയം വരുന്നത് പോലെയാണ്. അപ്പൊ അങ്ങനെ നാം നോക്കിയാൽ അവരുടെ കണ്ഠങ്ങളിൽ തൊണ്ടയിൽ നിന്നും ദൈവസ്തുതികൾ ഉയരട്ടെ, അവരുടെ കയ്യിൽ ഇരുതല വാൾ പിടിച്ചിരിക്കട്ടെ എന്ന വാക്യത്തെ അങ്ങനെ എടുത്താൽ തൊണ്ടയിൽ നിന്ന് ഉയരുന്ന ദൈവസ്തുതി കൈകളിൽ പിടിക്കുന്ന ഇരുതല വാളാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ നിന്നും അധരത്തിൽ നിന്നും ഒഴുകി ഉയരുന്ന യഥാർത്ഥ സ്തുതി നമുക്ക് കയ്യിലൊരു വാള് തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിരി വരും. സ്തുതിക്കുന്നവന്റെ കയ്യിൽ കൃപയുടെ വാളുണ്ട്. വെറും പടവാള് കൊണ്ടും ആയുധം കൊണ്ടും നേടാൻ പറ്റാത്തതൊക്കെ സ്തുതിച്ച് കീഴടക്കിയ ചരിത്രമാണ് വേദഗ്രന്ഥത്തിന്റെ ചരിത്രം തന്നെ. കണ്ഠങ്ങളിൽ നിന്നും തൊണ്ടയിൽ നിന്ന് ഉയരുന്ന സ്തുതി കയ്യിൽ മാജിക്കുപോലൊരു വാളായി വരും. ജയത്തിന്റെ വാള്. ആമേൻ, ആമേൻ, ആമേൻ.